ഏകദേശം ഒരു മാസം മുന്നേ ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആയിരുന്നു 17.2.1 എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന മിക്കവരും തന്നെ അവരുടെ ഡിവൈസുകളിൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന അപ്ഡേറ്റും 17.2.1 ആയിരിക്കാം. ആ ഒരു അപ്ഡേറ്റ് താരതമ്യേന വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനറായിട്ടുള്ള ഏതാനും ചില ബഗ് ഫിക്സുകളും ബാറ്ററി ഡ്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈസുകളിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അതിനെ തുടർന്ന് ആപ്പിൾ ബീറ്റ ടെസ്റ്റിങ്ങിൽ കൊണ്ടുവന്ന വൺ ഓഫ് ദ മേജർ അപ്കമിങ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് 17.3 എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ച തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന 17.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡിവൈസ് പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ 17.3 അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് iOS 17 നമുക്കറിയാം കഴിഞ്ഞ വർഷം 2023 ജൂണിലാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. സോ 17 അനൗൺസ് ചെയ്ത ജൂണിന് ആ മന്ത് മുതൽ നമുക്ക് ഡെവലപ്പർ ബേറ്റ, പബ്ലിക് ബേറ്റ എന്നുള്ള രീതിയിൽ iOS 17 അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇപ്പോഴും ഞാൻ പല ടൈമിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, പല ആളുകളും അവരറിയാതെ ചിലപ്പം ഇപ്പോഴും ഡെവലപ്പർ ബേറ്റ അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ പ്രൊഫൈലിലായിരിക്കും നിങ്ങളുടെ ഡിവൈസ് റൺ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സെറ്റിങ്സിൽ പോവുക, ജനറൽസ്, അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബേറ്റ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻ പബ്ലിക് ബേറ്റ അല്ലെങ്കിൽ ഡെവലപ്പർ ബേറ്റ ഇതിലേതെങ്കിലും നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡെവലപ്പർ ബേറ്റ അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ ഓൾറെഡി 17.3 അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. അതായിരിക്കും നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി റൺ ചെയ്യുന്നത്. കാരണം പല ആളുകൾക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് അവർ നോർമൽ അല്ലെങ്കിൽ പബ്ലിക് റിലീസിലാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ അതല്ല, അവർ ബേറ്റ അപ്ഡേറ്റ്സിലായിരിക്കും ഉള്ളത്. സോ അങ്ങനെയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു ബേറ്റ അപ്ഡേറ്റ്സ് ആണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുക. ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെവലപ്പർ ബേറ്റ, പബ്ലിക് ബേറ്റ റൺ ചെയ്യുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഡിവൈസുകളിൽ 17.3 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആപ്പിളിൻ്റെ 17.3 അപ്ഡേറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് വന്നത്, അതായിരുന്നു RC വേർഷൻ. ഇപ്പം നമ്മളുടെ 14 പ്രോയിൽ കറൻ്റ്ലി റൺ ചെയ്യുന്നത് RC വേർഷനാണ്. അതായത് ഒഫീഷ്യൽ റിലീസ് അല്ലെങ്കിൽ പബ്ലിക് റിലീസ് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫൈനൽ വേർഷനാണ് RC എന്നുള്ളത്. അതാണ് റിലീസ് കാൻഡിഡേറ്റ്. സോ നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു RC വേർഷനാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വെൽക്കം സ്ക്രീൻ ആയിരിക്കും. ആ ഒരു വെൽക്കം സ്ക്രീനോടെ ആയിരിക്കും നമ്മുടെ ഡിവൈസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൂട്ടപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ റൺ ചെയ്തേക്കുന്നത് 17.3യുടെ ഏറ്റവും ഫൈനൽ വേർഷനാണ്. പക്ഷേ ഇത് RC വേർഷനാണ്. അതിൻ്റെ വേർഷൻ നമ്പർ നമുക്ക് കാണാം 21D50 എന്നുള്ളതാണ് വേർഷൻ നമ്പർ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അബദ്ധത്തിൽ ചിലപ്പം ഇതുപോലെ ബേറ്റ ആയിരിക്കും റൺ ചെയ്യുന്നത്. ബേറ്റയുടെ കുഴപ്പങ്ങൾ നമുക്കറിയാം. ബേറ്റ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് OS ആണ്. സോ അതിൽ ധാരാളം ബഗ്ഗുകൾ ഉണ്ടാകാം. യൂഷ്വലി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബാറ്ററി ഡ്രെയിനിങ് അങ്ങനെയുള്ള പല ഇഷ്യൂസും അങ്ങനെ ബേറ്റ OS റൺ ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ബാറ്ററി ഡ്രെയിനിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബഗ്ഗുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ബേറ്റ OS ആണോ നോർമൽ OS ആണോ റൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനി ബേറ്റയിൽ നിന്ന് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന RC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വേറെ ഫർദർ അപ്ഡേറ്റ് ഒന്നും ലഭിക്കുന്നതല്ല. കാരണം നിങ്ങൾ റൺ ചെയ്യുന്ന RC എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ വേർഷൻ തന്നെയാണ്. ഇതിലെ രണ്ടാമത്തെ കാര്യം 17.3 അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ അപ്ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എന്തെങ്കിലും ബഗ്ഗുകളോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഐറ്റ്യൂൺസ് മാക്കിലും വിൻഡോസിലും നമുക്ക് ഐറ്റ്യൂൺസ് അവൈലബിൾ ആണ്. മാക് യൂസേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഫൈൻഡറിൽ തന്നെയാണ് ഐറ്റ്യൂൺസ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഐറ്റ്യൂൺസ് സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിയുമ്പം ഫൈൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാം. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. വിൻഡോസ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റ്യൂൺസ് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ, എൻ്റയർ സോഫ്റ്റ്വെയർ നമുക്ക് ക്ലീൻ ആയിട്ട് ഇൻസ്റ്റാൾ ആണ് ചെയ്യുന്നത്. നമുക്ക് ഫോൺ വഴി വരുന്ന അപ്ഡേറ്റുകളുടെ സൈസ് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 1.5 അല്ലെങ്കിൽ 2 GB ഒക്കെ ആയിരുന്നു മാക്സിമം വരുന്നത്. എന്നാൽ ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം ഇതേ സെയിം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 7-8 GB വരെ പോകാം. അതിൻ്റെ കാര്യം നമുക്ക് എൻ്റയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡൗൺലോഡ് ആകുന്നത്. ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം ഒരു ക്ലീൻ ഇൻസ്റ്റലേഷനാണ് നമ്മുടെ ഡിവൈസിന് ലഭിക്കുന്നത്. അതിലൂടെ മാക്സിമം നമുക്ക് ബഗ്ഗുകളെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് നൽകിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യം കാര്യം മനസ്സിലാകുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡിവൈസിൻ്റെ ഒരു ബാക്കപ്പ് നിങ്ങൾ എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും
ബ്രിക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റക്കോ ആകുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നോർമലി ആകത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റ്യൂൺസ് ബാക്കപ്പ് നിങ്ങൾക്കത് റിക്കവർ ചെയ്ത് നിങ്ങളുടെ ഡേറ്റ ഫയൽസ് ആൻഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ബാക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ 3U ടൂൾസ് എന്ന് പറഞ്ഞൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് വിൻഡോസിന് വേണ്ടി മാത്രമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിനു വേണ്ടി മാത്രമല്ല, ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ ഡാറ്റയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ്വർക്ക് സംബന്ധമായിട്ട് മിക്കപ്പോഴും പല ആളുകൾക്കും ഇഷ്യൂസൊക്കെ വരാറുള്ളതാണ്. ഒരു കാര്യം ചെക്ക് ചെയ്യുക, നമ്മളെ സെറ്റിങ്സിൽ പോവുക, അതിൽ എബൌട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ, നിർബന്ധമില്ല, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കരിയർ അപ്ഡേറ്റുകൾ ലഭിച്ചേക്കാം. ഈ കാണുന്നതാണ് കരിയർ അപ്ഡേറ്റ്. ഇങ്ങനത്തെ പോപ്പപ്പ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കരിയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. കാരണം അത് നെറ്റ്വർക്കിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതുപോലുള്ള കരിയർ അപ്ഡേറ്റ് നമുക്ക് എല്ലാ അപ്ഡേറ്റുകൾക്കും ശേഷം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അത് നമ്മുടെ നെറ്റ്വർക്കിന്, ഓവറോൾ നെറ്റ്വർക്ക് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ എയർപോർട്സ്, എസ്പെഷ്യലി എയർപോർട്സ് 3rd ജനറേഷൻ ഒരു അപ്ഡേറ്റ്, ഫേംവെയർ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സഫാരിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്സിന് ഫേംവെയർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എയർപോർട്സിൻ്റെ ആണ് ഏറ്റവും ടോപ്പിലുള്ള 6A321 എന്ന് പറയുന്നത് എയർപോർട്സ് 3rd ജനറേഷനുള്ള ഒരു ഫേംവെയർ ആണ്. മിക്കവാറും തന്നെ എയർപോർട്സ് 3rd ജനറേഷൻ യൂസേഴ്സിൻ്റെ ഫേംവെയർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാകും. നമുക്കിവിടെ നോക്കാം, സെറ്റിങ്സിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. വേർഷൻ എന്ന് പറയുന്നത് 6A321 എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. സോ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് മൈനർ ബഗ് ഫിക്സും അതർ ഇംപ്രൂവ്മെൻറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരേപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ആപ്സിൻ്റെ അപ്ഡേറ്റ്സ്. അതായത് നമ്മൾ ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും നമുക്കറിയാം ആപ്പ് സ്റ്റോർ ചെക്ക് ചെയ്താൽ, സോ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓരോ അപ്ഡേറ്റ് വരുംതോറും ഈ തേർഡ് പാർട്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പേഴ്സ് അത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ അപ്ഡേറ്റ്സിനും വേണ്ട രീതിയിൽ അത് ആ ഒരു ആപ്ലിക്കേഷനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ, ആപ്പ് അപ്ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അത് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 17.3 അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.